ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ മൈ ജ്വല്ലറി കളക്ഷനാണ്. ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടത് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു കേട്ടോ. കാരണം നിങ്ങളെല്ലാം ഒരുപാട് പേരുടെ ഇത് കണ്ട് ബോറടിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ എൻ്റെ കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ നിങ്ങളെയും കാണിക്കാമെന്ന്. അപ്പോൾ എൻ്റെ ജ്വല്ലറി കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് ട്രഡീഷണൽ അങ്ങനത്തെയൊക്കെ ജ്വല്ലറീസൊക്കെ എടുക്കുന്നത്. പിന്നെ ബാക്കി എൻ്റെ കളക്ഷൻസിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കളക്ഷൻസിൽ കുറേയൊക്കെ ഇവിടെ ഉണ്ടാവും, കുറേയൊക്കെ ചെന്നൈയിലാണ്, കുറേയൊക്കെ സേലത്തെ വീട്ടിലാണ്, അങ്ങനെ പല പല സ്ഥലത്ത് വിച്ചിതറി കിടക്കുകയാണ്. കാരണം ഞാൻ എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കാത്ത, ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം കുറച്ച് വേണ്ടുള്ള ജ്വല്ലറീസൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇതങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണം. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺസ്ക്രിപ്റ്റഡ് ബൈ ശ്രീദേവി ശ്രീ. അപ്പോൾ ഈ ചെയിൻ എന്ന് പറയുന്നത് ഞാൻ റെഗുലറായിട്ട് നമ്മൾ ഓഫീസിൽ പോകാനും നമ്മളെപ്പോഴും ക്യാഷ്വലായിട്ടൊക്കെ പുറത്തു പോകാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് വളരെ തിന്നായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ അറിയാം, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ സാധനം ഞാൻ മിക്കപ്പോഴും ഊരാറില്ല. അപ്പോൾ എവിടെ പോയാലും നമ്മൾ ഈ സാധനം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതങ്ങോട്ട് ഊരി മാറ്റാം. ബാക്കി കളക്ഷൻസൊക്കെ നിങ്ങളെ ഇട്ട് കാണിച്ചു തരാമല്ലോ. സോ നമ്മുടെ ആദ്യത്തെ സാധനം ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്, ഇതാണ് സാധനം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കുശാലീസ് നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കുശാലീസോ പിയോറോ അങ്ങനെ ഏതോ. അപ്പോൾ ഇത് ഏകദേശം ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 4 years ആയി. അപ്പം ഇത് ഒരു വിധത്തിലും ഒരു കേടുപാടും ഒരു കളർ ചേഞ്ചോ ഒന്നും ഉണ്ടാവാത്തൊരു സാധനമാണ്. ഇതിന് ഗ്യാരൻറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റോണൊക്കെ പോയി കഴിഞ്ഞാലും അവർ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റോണാണോ മൊത്തത്തിലാണോ എന്നറിയില്ല. അപ്പോൾ ഇതാണ് സാധനം, കണ്ടോ? നല്ല ഭംഗിയാണ്. നമ്മൾ ട്രഡീഷണലായിട്ട് ഇപ്പം നമ്മൾ ജുമുക്കാസ് അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ചുരിദാറോ അല്ലെങ്കിൽ സാരീസൊക്കെ ഇടുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. കണ്ടോ? ഇത് നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ. കാണിക്കുന്ന ഒരു ജ്വല്ലറീസും അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കുശാലീസ് അങ്ങനെ പ്യുവർ അതിൽ നിന്നൊക്കെ വാങ്ങിച്ചത് കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ അത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അവരെനിക്കൊന്ന് കുറേ വർഷത്തെ ഗ്യാരണ്ടി ഒക്കെ തരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് യൂസ് ചെയ്തൊരു സാധനമാണിത്. പക്ഷേ ഇത് ഒരു വിധത്തിലും അങ്ങോട്ട് ഡാമേജ് ആയി പോയിട്ടില്ല കേട്ടോ. പക്ഷേ അതുപോലെ അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം, ഇങ്ങനെ സീൽ ചെയ്ത്. അല്ലാതെ നമുക്ക് ഓപ്പണായിട്ട് എവിടെയെങ്കിലും ഒന്നും ഇടാൻ പറ്റില്ല. ഞാൻ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ഈ ഒരു സാധനം സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഇത് എപ്പോഴാണ്. ഞാൻ എൻ്റെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു, ഏതോ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിന് ഗ്യാരൻറ്റിയൊക്കെ ഉള്ള സാധനമാണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് റീപ്ലേസ് ചെയ്ത് തരും അവർ. എത്രയോ വർഷത്തെ ഗ്യാരണ്ടി, എനിക്കൊന്ന് 5 years അങ്ങനെയൊക്കെയാണെന്ന് അവർ പറഞ്ഞത്. ഞാനിത് റീപ്ലേസ് ചെയ്യാൻ പോയിട്ടില്ല, കാരണം ഇത് എനിക്കൊരു കേടുപാടും പറ്റിയിട്ടില്ല. ഇത് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും ഇട്ടാത്ര ഇത് ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ട്രഡീഷണൽ വെയറോ, ഞാനിതൊരു ഹാഫ് സാരിയുടെ കൂടെയാണ് കേട്ടോ പെയർ ചെയ്തിരുന്നത്. അത്യാവശ്യം വൈഡ് നെക്കൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ചെറിയ കമ്മലിട്ടാൽ മതി, കാരണം അത്യാവശ്യം നല്ല ഹെവിയാണ്. ഇത് കാണുമ്പോൾ എങ്ങനെ വീഡിയോയിൽ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ക്ലോസ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മെയിൻ സംഭവം. ഇട്ടിട്ട് വരുമ്പോഴേക്കും ഇതാ കണ്ടോ, ഇതാണ് ഈ കളക്ഷൻ. ഇങ്ങനെയാണിത് വരിക. ഇതാണ് മെയിൻ സാധനം. ഓക്കെ, ഇതിൻ്റെ ഒരു സാധനം ഒരു മുത്ത് പോലും പോയിട്ടില്ല ഇതുവരെ. അപ്പം ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, കാരണം അതിനനുസരിച്ചിട്ടുള്ള കളർ ഫീഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന് മുത്തൊക്കെ പോകും, അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ അടിപൊളി സാധനമായിരുന്നു ഇത്, നല്ല ഗ്യാരണ്ടിയൊക്കെ ഉള്ളത്. ഇതും എനിക്ക് ഞാൻ പ്യുവറിൽ തന്നെ വാങ്ങിയതാണ്.
അപ്പോൾ നമുക്ക് ഇതേപോലെ കവറിനകത്താക്കി തന്നെ തിരിച്ചങ്ങോട്ട്. നമ്മുടെ നെക്സ്റ്റ് സാധനം ഇത് ഒരു ബാങ്കിളാണ് കേട്ടോ. എനിക്ക് ട്രഡീഷണൽ ആൻറ്റിക് ജ്വല്ലറീസിനോട് ഭയങ്കരമായ ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഈ സാധനം. ഇത് കുശാൽസിൽ നിന്നാണ്. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ളതാണ്. ഇതൊറ്റ വളയൊക്കെ നമുക്ക് ഇട്ടാൽ മതിയായിരിക്കും. ഇത് ഏകദേശം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ഒരു ലക്ഷ്മി ദേവി ഇങ്ങനെ താമരയിലിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ നോർമൽ വള ഇടുന്ന പോലെ ഇടാൻ പറ്റില്ല. നമ്മുടെ അറിയാമല്ലോ, ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് മാറ്റിയിട്ട് വേണം, ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് മാറ്റിയിട്ട് വേണം നമുക്കിത് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നമുക്ക് കളക്ഷൻ വരിക, നമുക്ക് ഇതായിരിക്കും. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഈ ജ്വല്ലറി കളക്ഷൻ വരിക. കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്. ഇത് ഒരൊറ്റ ഒരെണ്ണം ഇട്ടാൽ മതിയേ. ഇത് കണ്ടോ, ഇത് എനിക്കും പറഞ്ഞാൽ എനിക്കൊരു മാലയുടെ കൂടെ അതിൻ്റെ പെയറായിട്ട് കിട്ടിയത്. ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഒരു 5 to 6 years ആയിട്ടുണ്ടാവും ഞാൻ ഈ സാധനം വാങ്ങിയിട്ട്. അപ്പം ഇത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിയുമ്പോൾ എനിക്കിതിന് മാച്ചായിട്ട് അങ്ങനെ തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. ഇത് ഞാൻ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൻ്റെ റിവ്യൂ ഒന്നും പറയാൻ അറിയില്ല. പക്ഷേ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇതിൻ്റെ പെയർ മാല ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വലിയ ഹെവി ചെയിൻസിനോടും അല്ലെങ്കിൽ ഒരു കമ്മലാണെങ്കിൽ പോലും ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കമ്പമുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച കമ്മൽ. ഇതാണ് ആക്ച്വലി അത്യാവശ്യം നല്ല വലുതാണ് ഈ ചെയിന്. ഞാനത് ഇട്ട് കാണിക്കാം. നമ്മൾ സാരീസിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ട് നല്ല പെയർ ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. ഇങ്ങനെയായിരിക്കും ഇത് വരിക. ഇത് ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല. ഇത് ഈ ഒരു സെറ്റപ്പാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെയാണ് ഈ കളക്ഷൻ വരിക. അത്യാവശ്യം വലിയ ഹെവി ആയിട്ടുള്ളൊരു പെൻഡൻ്റ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല വർക്ക് വരുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത കളക്ഷൻ. ഇത് ഒരു റിംഗ് ആണ് കേട്ടോ. ഈ റിങ് എനിക്കങ്ങനെ വലിയ റിങ്സ് ഒരുപാട് അങ്ങോട്ടും ഇല്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റിങ്ങാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കുമല്ലോ. ഇത് തൽക്കാലം ഓടിക്കട്ടെ. അങ്ങനെ മേടിച്ചൊരു സാധനമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. നമുക്ക് നല്ല ക്യൂട്ടാണ്. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫങ്ഷൻസിനുമൊക്കെ. ഇതൊന്നും പക്ഷേ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വെക്കുവാണെങ്കിൽ ചിലപ്പം കളറിൻ്റെ കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം നന്നായി സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് സാരീസിൻ്റെയൊക്കെ കൂടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ളതായിരിക്കും. ഇതെല്ലാം ബ്രാൻഡഡ് ആണ്. ബ്രാൻഡഡ് മീൻസ് എല്ലാത്തിനും ഗ്യാരൻറ്റി ഉണ്ട്. എല്ലാം എനിക്കൊന്ന് പിയോറാന്ന് തന്നെ വാങ്ങിയതാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഒരു സമയത്ത് പോയി എടുത്ത കളക്ഷൻസാണ്. ചുമ്മാ ഒരു വട്ട് ഇതിനോടൊക്കെ ഭയങ്കരമായൊരു കമ്പൗണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോണത് എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജിൽ നിന്ന് വാങ്ങിയൊരു സാധനമാണിത്. ഒരു സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. ഈ മാല ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഓരോന്നോരോന്ന് ഇട്ട് നിങ്ങളെ കാണിക്കാനുള്ളൊരു നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് മാങ്ങ പിഞ്ചോ അങ്ങനെ എന്തോ അല്ലേ ഇതിന് പറയുന്നത്, എന്താ കറക്റ്റ് പേരെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. ഇതൊരു കുട്ടി ക്യൂട്ടായിട്ടുള്ള നെക്ലസ്സാണ്. നമുക്ക് പട്ടുപാടിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റും. ഞാനൊരു ഹാഫ് സാരിയുടെ കൂടെയാണ് ഇത് പെയർ ചെയ്തിരുന്നത്. ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നൊരു പെയർ ഓഫ് ഇയറിങ്ങും ഉണ്ടായിരുന്നു. ഒരുപാടൊന്നും അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല ഞാനിത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു കുട്ടി ഇയറിങ് ഉണ്ടായിരുന്നു. ഇതാണ് ആ ഇയറിങ്. ഓക്കെ. പക്ഷേ ഇയറിങ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ മാല ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഇയറിങ് വരുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ഇയറിങ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ പൊതുവേ ചെറിയ ഇയറിങ്സിനോട് അധികം അങ്ങോട്ട് താല്പര്യം കാണിക്കാത്ത ഒരാളാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഇയറിങ് വരിക. ഇത് കണ്ടോ, ഇത് ഒരു സമയത്ത് ഇതൊക്കെ ഒരു വട്ടായിരുന്നു. അപ്പം അങ്ങനെ വാങ്ങിച്ച് കൂട്ടുന്നതാണ് ഇതെല്ലാം. എനിക്ക് ജ്വല്ലറീസ് പ്രത്യേകിച്ച് കമ്മൽ മാലയാണ് ഞാൻ അധികം മേടിക്കാത്തൊരു സാധനം.
അതൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ളൊരു സാധനമാണ്. ഞാനപ്പോൾ എവിടെ പോയാലും റോഡിൽ കാണുന്ന എവിടെ നിന്നാണെങ്കിലും മേടിക്കാറുണ്ട്. പക്ഷേ ഒരുവിധം നോക്കി അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളത് തന്നെ മേടിക്കാറ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ലോങ് ചെയിനാണ്. ഞാൻ കാണിച്ചിരുതാ കണ്ടോ, ഇതിൻ്റെ സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ നല്ല വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ആക്ച്വലി ഇത് ഞാൻ എനിക്കൊന്ന് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കണ്ടോ, ഇങ്ങനെ വരും. കുറച്ച് അത്യാവശ്യം ഹെവിയാണ്. നമുക്കിത് മാത്രമൊക്കെ ഇടേണ്ടുള്ളൊരു സമയമൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇതും ഇതേപോലെ തന്നെ. ഇത് ഞാൻ എവിടെ നിന്ന് മേടിച്ചാന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇതിൻ്റെയൊക്കെ ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ മെയിൽ ചെയ്ത് തരും. അത്യാവശ്യം ഞാനെല്ലാം എനിക്കൊന്ന് പ്യോറോ അങ്ങനത്തെ സാധനത്തിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ഒരു 2-3 ഇവൻറ്റ്സിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു കേടുപാടുകളും ഇല്ല, ഒരു കളർ ഫെയ്ഡിങ് ഇല്ല, ഒന്നുമില്ലാത്തൊരു സാധനമാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച. ഇത്രയും വലിയ മാല എന്തിനാണ് മേടിച്ചതെന്ന് അറിയത്തില്ല. എൻ്റെ വീട്ടിലാരും ഇങ്ങനെ വലിയ ഹെവി ജ്വല്ലറീസ് ഉപയോഗിക്കാറില്ല, ഞാൻ മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇങ്ങനെ ആയിരിക്കും അത് ഒരു ഫൈനൽ ഇതായിട്ട് വരുന്നത്. അടുത്ത നമ്മുടെ 2 സാധനം 2 ഹെവി ആയിട്ടുള്ള ജുംക്കാസാണ് കേട്ടോ. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജുംക്കാസ്. അതുമാത്രമല്ല, ഇത് കണ്ട ഈ ഒന്നുകിൽ നമുക്ക് ഈ എന്താ പറയുന്ന ബട്ടൺസ് യൂസ് ചെയ്തിട്ട് ഇടാക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഹെവിയാണിത്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ മേടിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. കണ്ടോ, ഇത് നല്ല ഹെവിയാണ്. നല്ല പോലെ നമുക്ക് ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു മാലയും പെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ഇട്ടാൽ മതി. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇതിട്ടുകൊണ്ട് നിങ്ങളൊരു ഫംഗ്ഷന് പോയിട്ട് ഇതുമായിട്ട് അവിടെ പിടിച്ച് നിൽക്കണം. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ടൈ ചെയ്ത്, ഞാനിത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ ടൈ ചെയ്തിട്ട് മേളിലേക്ക് ക്ലിപ്പ് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ഇത് നമ്മുടെ ചെവിയുടെ പരിപാടി സാരിയൊക്കെ യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രഡീഷണൽ ഫംഗ്ഷനൊക്കെ പോകുമ്പം അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ടച്ച് വരേണ്ട സാധനം ഇടാൻ ജിമുക്ക വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിന് ഇടുമ്പോൾ നമുക്ക് ഒരു വിധത്തിലുള്ള മാലയുടെ ആവശ്യമില്ല, അത്രയ്ക്ക് ഹെവിയാണിത്. ഇതിൻ്റെ മുകളിൽ 2 ഇത് കൊടുത്തിരിക്കുന്നുണ്ടോ, ഈ സാധനങ്ങൾ. ഇതിൻ്റെ മേളിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മേളിൽ ഇങ്ങനൊരു നോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നോബ് വെച്ചിട്ട് നമുക്കത് എന്താ പറയുക, താഴോട്ട് ഇത്ര ഹെവി ആയതുകൊണ്ടേ താഴോട്ട് ഹാങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ മേളിലേക്ക് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് തന്നെ കൊടുക്കാം. നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ ചെയ്യാറില്ല, അതുപോലെ ബാക്കിൽ നിന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ജ്വല്ലറി കണക്ഷൻ. ഇതെല്ലാം എൻ്റെ ഇയറിങ്സാണ്. അത്യാവശ്യം ഹെവി ഇയറിങ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പ്രത്യേകിച്ച് നമ്മൾ ഈ ട്രഡീഷണൽ ഫങ്ഷൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കേണ്ടി വരുന്നതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടേണ്ടി വരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു സാധനമാണ് ഇത് ഒരു ആൻറ്റിക് ടച്ചൊക്കെ വരുന്നുള്ള എന്നാൽ ഒരു ജുമുക്ക ടൈപ്പായിട്ടുള്ളൊരു സാധനമാണിത്. ഇതും നല്ല പോലെ ഹെവി ആയിട്ടുള്ളൊരു ഇയറിങ്ങാണ് കേട്ടോ. അതാ കണ്ടോ, ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതും ഗ്യാരൻറ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ. ഒരു വിധത്തിലുള്ള ഡാമേജ് ഇതിനുണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളവരാണ് ജുമുക്കാസ്. ഈ ജുമുക്ക ഒരു സാധാ ജുമുക്കയാണ്. ഈ ടൈപ്പിൽ ജുമുക്കാസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇത് ഞാൻ ഏതൊരു പ്രാവശ്യം എവിടെയോ പോയപ്പോൾ വാങ്ങിച്ചൊരു സാധനമാണ്. എവിടെ നിന്നാണ് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ ട്രഡീഷണൽസൊക്കെ എപ്പോഴും മേടിക്കുമ്പോൾ മിക്കപ്പോഴും കുശാൽസിൽ നിന്നോ അങ്ങനെയൊക്കെയാണ് ഞാൻ മേടിക്കാറ്. അപ്പം പിന്നെ ഒരു സാധനം ഇതാണ്. ഇതും അത്യാവശ്യം വലിയൊരു ഇയറിങ്ങാണ്. ഇത് കാണാനായിട്ട് അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മളിത് നല്ലൊരു ഡ്രസ്സിനേക്ക് പെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ചിലർക്ക് മാത്രമേ ഇങ്ങനത്തെ ടൈപ്പ് ഇയറിങ്സ് ഒക്കെ ഇഷ്ടമാവുള്ളൂ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യമുണ്ട്. കാരണം ഒരു ആൻറ്റിക് ടച്ചൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ കളറും അങ്ങനെ എക്സാക്ട്ലി ഭയങ്കരമായ ഒരു യെല്ലോയിഷ് അല്ല. ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. അപ്പം നമുക്ക് ഇതാണ് എൻ്റെ ഒരു അടുത്ത ഇയറിങ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലോസ് ലുക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇസ് നോട്ട് ഫ്രം പിയറ. ഇത് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇത് പിയോറയുടെ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് യൂഷ്വലി ഇങ്ങനത്തെ ഉള്ള എന്താ പറയുക ജ്വല്ലറീസൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവാറുണ്ട്. ബാക്കി കസ്റ്റമർ കെയറിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ, അതിനുള്ള ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു ജ്വല്ലറിയാണ്. ഇതെനിക്ക് ഇത് കുറച്ചുകൂടെ യെല്ലോയിഷ് ടച്ച് ഉണ്ടല്ലോ ഇതിന്. എനിക്ക് അങ്ങനത്തെ ഭയങ്കര യെല്ലോയിഷ് ഇഷ്ടമല്ല. ഇങ്ങനെയാണ് നമ്മുടെ ജ്വല്ലറി. ഈ ഒരു ചെയിൻ വരുന്നത് ഇങ്ങനെയും യൂസ് ചെയ്യാം, കുറച്ച് ഇങ്ങനെയായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരിക. ഈ സാധനം ഞാൻ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല, വളരെ കുറച്ച്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇത് ഇത്രയും കളർ ആയിട്ട് എനിക്ക് ആ ഫോട്ടോയിൽ തോന്നി. കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് കൊടുത്തതുമില്ല.
ഇതങ്ങോട്ട് കീപ്പ് ചെയ്തു. എനിക്ക് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ കളർ കാരണം മാത്രമേ ഉപയോഗിക്കട്ടെ. ആർക്കെങ്കിലുമൊക്കെ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല, ഗിഫ്റ്റൊക്കെ കൊടുക്കാമല്ലോ എന്ന് വെച്ചതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ മറന്നേ പോയി, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് തന്നെ അതേ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ജ്വല്ലറീസിൻ്റെയും ബില്ലൊക്കെ കീപ്പ് ചെയ്യുമെന്ന്. കാരണം ഇത് 27/2/2021 ഞാൻ വാങ്ങിച്ച ഏതോ ഒരു ജ്വല്ലറിയുടെ ആണ് എനിക്ക് തോന്നുന്നു. അവർ അതിനകത്തൊരു കോഡുണ്ട്, അപ്പോൾ ആ കോഡ് വെച്ചിട്ട് അവർ നോക്കിക്കോളും. അപ്പം നമുക്കത് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒരുവിധം ഇങ്ങനെയെല്ലാം നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുക, നമുക്ക് ഡാമേജ് ആവോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ഷെയ്ഡിങ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം അതിനൊക്കെ ഗ്യാരൻറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ കാണിക്കാൻ പോണത്, ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കുറേ എനിക്കൊന്നൊരു 6 years എങ്കിലും ആയിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊന്ന് ദീപാവലി സമയത്താണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും വലിയൊരു ഹെവി ചെയിനൊന്നും ഇടുന്നതിനോട് ആർക്കും താല്പര്യമില്ലെന്നേ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ അപ്പം തുടങ്ങും നെഗറ്റീവ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റ് വരുന്നത്. ഇതേ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത്. കാണാനങ്ങനെ വലിയ ഭംഗിയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്, പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇയർ റിങ്. ഇങ്ങനെ വരും നമ്മളിട്ട് കഴിയുമ്പോൾ, ഇങ്ങനെയാണ് വരിക. പക്ഷേ ഇത് ഈ ഇയറിങ് ഈ ചെയിൻ്റെ കൂടെ പെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ഓഡ് ലുക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് നമുക്ക് ചുമ്മാ ഒക്കെ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ടാണെങ്കിൽ നല്ലതായിരിക്കും. ഇങ്ങനെയാണ് ഉണ്ടോ, ഇതാണ് വരിക. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ചെയിൻ ആണെങ്കിലും ഒരു പ്രാവശ്യം ദീപാവലിക്ക് എന്തോ യൂസ് ചെയ്തു, അതിനുശേഷം അങ്ങനെ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ചെയിൻ വരിക. ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതും ഞാൻ ഒരു സാരിയുടെ കൂടെ ആണ്, ഒരു എന്താ പറയുക റോസ് ആൻഡ് വൈറ്റ് ചെറിയ ചെറിയ ബൂട്ടാസ് വരുന്ന സാരിയുടെ കൂടെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് അത്യാവശ്യം കുറച്ച് ഹെവി ലുക്കാണ്. അല്ലാതെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇത് ഇങ്ങനെ ഡമ്പൊക്കെ ഉണ്ടാവും, ഭയങ്കര ഒരു ഓഡ് ലുക്കാണ്. അപ്പോൾ ഇതാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മിന്ത്രയിൽ നിന്നാണ് ഷോപ്പ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും അങ്ങനെ, ഇത് അത്രയ്ക്ക് എക്സ്പെൻസീവ് ഒന്നും അല്ല, ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നൊരു സാധനമായിരുന്നു. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് വാങ്ങിച്ചതാണ്. ഈ പെട്ടി തന്നെയാണ് വന്നത്. അതിപ്പോഴും അതുപോലെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ ചെയിൻ ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തുള്ളൊരു ചെയിൻ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. പക്ഷേ നമ്മൾ ഏതോ ഒരു ഫങ്ഷനോ എന്തിനോ ഒന്ന് പോയപ്പം എൻ്റെ കഴുത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നൊരു ചെയിൻ പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങ് ചെയിൻ ഇടാതെ പോകാനായിട്ടൊരു ബുദ്ധിമുട്ട് കാരണം അബി ഓടിപ്പോയി മേടിച്ചിട്ട് വന്നൊരു സാധനമാണ് അവിടെ അടുത്തുള്ള ഏതൊരു ഷോപ്പിൽ നിന്ന്. ഇതൊരു പെയറായിട്ടാണ് കിട്ടിയത്. എനിക്കൊരു ഫോട്ടോ ഒക്കെ അയച്ചിട്ടാണ് പുള്ളിക്കാരൻ അത് മേടിച്ചുകൊണ്ട് തന്നത്. അന്ന് പിന്നെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പിന്നെ കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മേടിച്ചത്. ഇത് രണ്ടും പെയറായിട്ട് വരുന്ന ഒരു ചെയിനാണ്. ഇതിൻ്റെ ഈ ചെറിയ ചെയിനാണ് ഞാൻ അന്ന് യൂസ് ചെയ്തത്. അത് ഇങ്ങനെ വരും ഇത്. പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഇതാണ് സെറ്റപ്പ് വരിക. ഓക്കെ, പക്ഷേ ഇത് ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം മമ്മി ഇത് യൂസ് ചെയ്യാറില്ല. പിന്നെ സച്ച് പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ യൂസ് ചെയ്യാത്തത്. രണ്ടും സെയിം ടൈപ്പാണ്, ലെങ്ത് മാത്രമാണ് വ്യത്യാസമുള്ളത്. പക്ഷെ ഒന്നും അങ്ങോട്ട് കളയാൻ തോന്നാറില്ലെന്നേ. അതുകൊണ്ട് ഇതിന് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം. ഇതെങ്ങനെയാണ് ഈ സാധനം വരിക. അതിൻ്റെ അടിയിലൊരു പിന്നെ കളറൊന്നും ചേഞ്ചായി വരില്ല. യൂസ് ചെയ്ത് ഒരുപാട് അങ്ങോട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ. അപ്പോൾ അതാണ് ഈ ചെയിൻ. ആൻഡ് ഇത് ഞാൻ കുശാൽസിന്നാണ് തോന്നുന്നു വാങ്ങിയത്. ഈ ഒരു ചെയിൻ ഇതിങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ അടിയിലൊരു പെൻഡൻ്റുണ്ട്. ഞാൻ ആദ്യം ഒരു എന്താ പറയുക ഇയറിങ് കാണിച്ചത് ഓർമ്മയുണ്ടോ, അത് ഇതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ കളക്ഷൻ വരിക. ഇത് നമുക്ക് വളരെ കാഷ്വലായിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. കാഷ്വലായിട്ടെന്ന് വെച്ചാൽ ഓഫീസ് വെയർ അങ്ങനെയല്ല, എന്നാലും നമുക്ക് ഒരു ചെറിയ ഫങ്ഷൻസൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒരുപാട് ഹെവി അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് ഗ്യാരൻറ്റി ഉള്ള സാധനമാണ്. ഞാൻ ബില്ലും സാധനങ്ങളൊക്കെ എടുത്ത് ഇതിനകത്ത് തന്നെ പേപ്പറൊക്കെ ഉൾപ്പെടെയാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത മാലയുടെ കളക്ഷൻ. പിന്നെ ഈ പെട്ടിയിലുള്ള ഫുൾ സാധനങ്ങൾ ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല. ഇത് എൻ്റെ വീട്ടിൽ എന്നെപ്പോലെ ഇതേപോലെ ജ്വല്ലറി കളക്ഷൻ, അതായത് ജ്വല്ലറീസിനോട് പ്രാന്തുള്ള ഒരാൾ എൻ്റെ ആൻറ്റിയാണ് കേട്ടോ. അപ്പം അന്ന് പുള്ളിക്കാരി എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരികയും അല്ലെങ്കിൽ ആൻറ്റി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഉപയോഗിക്കുമായിരുന്നു. അന്ന് പിന്നെ എന്താ പറയുക ചെറുതാണല്ലോ, അപ്പം അങ്ങനത്തെ ഒന്നും അറിയില്ല. ഇത് അങ്ങനത്തെ ഒരു ചെയിനാണ്. ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആൻറ്റി കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്നെപ്പോലെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരേ ഒരാളായിരുന്നു കേട്ടോ. ഇത് കണ്ടോ,
ഇത് നല്ല അത്യാവശ്യം ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന ഒരു ചെയിനാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെ വരും ഈ സാധനം, ഇങ്ങനെ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ചോക്കറൊക്കെ പോലെയാണ്. ഇതിൻ്റെ കൂടെ ഒരു പെയർ ഓഫ് ഇയറിംഗ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെയുള്ള സെയിം ഒരു സാധനമാണ് ഈ ഒരു എന്താ പറയുക മോതിരം. ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം സെറ്റ് സാരി എടുത്തപ്പം ഇത് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക. ഇത് ഫുൾ സെറ്റായിട്ടായിരുന്നു വന്നിരുന്നത്. ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ആൻറ്റി മേടിച്ച സാധനങ്ങളാണ്. അപ്പം ഞാനിതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്കിതൊന്നും യൂസ് ചെയ്യാനായിട്ടൊരു അവസരം വന്നിട്ടില്ല എന്ന് വേണം പറയാം. പിന്നെ ഇതെല്ലാം കുറച്ച് ഇയറിങ്സ് അല്ല, എന്താ പറയുക, ബാംഗിൾസാണ്. ഇത് ഒരുവിധം നമ്മുടെ ഇവിടെയൊക്കെ തന്നെ കിട്ടുന്ന സെയിം സാധനം. എനിക്ക് ആൻറ്റി ഗിഫ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ ഇപ്പോൾ ഇത് ദീപാവലി അങ്ങനെയൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. മേടിച്ചുകൊണ്ട് വരും. കാരണം ഞാൻ മാത്രമാണ് ഇത് യൂസ് ചെയ്യാറ് വീട്ടിൽ. പക്ഷെ ഇതൊക്കെ എനിക്കിപ്പോൾ കേറത്ത് പോലും ഇല്ല. ഇതൊക്കെ ഇനി മുത്തിനും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. ഞാൻ ഇതൊന്നും അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. കണ്ടോ, ഒന്നും കേറത്തില്ല ഇപ്പം. ഇനി സച്ചുവിന് ചേരുന്നെങ്കിലേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് സെറ്റ് ഓഫ് ബാംഗിൾസ് ഉണ്ട്. ഇതൊക്കെ നമ്മളെല്ലാവരും വളരെ ക്യാഷ്വലായിട്ട് ഉപയോഗിക്കുന്നതിനൊന്നും നിങ്ങളെ കാണിക്കാനായിട്ടൊന്നുമില്ല. പിന്നുള്ളത് ഈ ഒരു ബാംഗിളാണ് കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം ഭയങ്കര ഹെവി ആയിട്ടുള്ളതാണ്. ഇത് ഏത് അവസരത്തിൽ യൂസ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എനിക്ക്. പക്ഷേ ഒരു പ്രാവശ്യം കണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പുറത്തൊന്നുമല്ല, ചുമ്മാ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതെ ഇതാണെന്ന് തോന്നുന്നു. ഏതോ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് അന്ന് ഞാൻ കുറച്ച് മെലിഞ്ഞിരുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാൻ ഇങ്ങനെ തുറക്കേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റുക ചെയ്തത്. ഇതങ്ങനെ ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ളൊരു ബാങ്കിലൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതെനിക്ക് ആൻറ്റി ഒരു പ്രാവശ്യം ഗിഫ്റ്റ് ചെയ്ത്, അപ്പം ഒരിക്കൽ ആർക്കും കൂടെ കൊടുക്കാനും തോന്നിയിട്ടില്ല. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണിത്. ഇതൊന്നും എന്താ പറയുക, ആർക്കും കൊടുക്കാനോ അല്ലെങ്കിൽ അത്രയ്ക്കുള്ള നമുക്കൊരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉപയോഗിക്കാറില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം ബാംഗിൾസാണ് കേട്ടോ. ഇതെല്ലാം ആൻറ്റിക്ക് പോലെയുള്ള ബാംഗിൾസാണ്, അല്ലെങ്കിൽ ആൻറ്റി കളക്ഷൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കണ്ടോ, ഇത് ഒരു എന്താ പറയുക, ഇത് എവിടെ നിന്ന് മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതും ഇതേപോലത്തെ ഒരു ആൻറ്റിക് ടച്ചുള്ള ബാംഗിളാണ്. ഇതിപ്പോൾ കയറുമെന്നറിയില്ല കേട്ടോ. കയറുമെന്ന് തോന്നുന്നു. കയറുന്നുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെയാണിത് വരിക. ഇത് ഒരെണ്ണം മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ ഇട്ട ഒരുമാതിരി ഒരു ഓഡ് ലുക്കിംഗ് ആണ്. പക്ഷേ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് കുറേ നാളുകളായി. പിന്നെ ഇതൊരു സെറ്റ്. ഇത് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചത്? ഇത് ചെന്നൈയിൽ ഏതോ ഒരു ഷോപ്പിൽ ചുമ്മാ ഞാൻ സച്ചും കൂടെ കറങ്ങാൻ പോയപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. ഇതിനൊരു പേരും കൂടെ ഉണ്ടായിരുന്നു. ഇതും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, അന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ ഈ ഒരു വർക്കൊക്കെ കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു യെല്ലോ ടിഞ്ച് ഉണ്ട്. അപ്പം യെല്ലോ ടിഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാത്തിലൂടെ അങ്ങോട്ട് പെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല എനിക്കിതിടാൻ. ഞാൻ ഏതോ പ്രാവശ്യം ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ മാറ്റി വെച്ചു. അപ്പം ഇതും ഫ്രഷ് പീസാണ്, ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നുള്ളത് ഈ സാധനം. ഇത് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞില്ലേ, വാങ്ങുന്ന സമയത്ത് എനിക്ക് ഇത്രയും ഒരു കളറുള്ളതായിട്ട് എനിക്കറിയത്തില്ല. വന്നു കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഇത് റിട്ടേൺ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം റിട്ടേൺ ചെയ്തതിൽ ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ എന്തെങ്കിലും ഒരു അവസരത്തിൽ യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതെനിക്ക് സച്ചു വാങ്ങിത്തന്നതാണെന്ന് തോന്നുന്നു. സച്ചു ആരോ ഒരാൾ വാങ്ങിത്തന്നതാണ്. ഇത് ഞാൻ അത്യാവശ്യം നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതും ഇതേപോലെ തന്നെ ഒരു ആൻറ്റിക് ടച്ചൊക്കെ ഉള്ള ഒരു സാധനം. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും വാങ്ങിക്കുന്നത് ഈ ഒരു ലക്ഷ്മി ടച്ച്, പിന്നെ ആൻറ്റിക് ജ്വല്ലറീസ്, അങ്ങനെയുള്ള ഇയറിങ്സും വളകളും ഒക്കെ ഭയങ്കര ഇതാണ്. പിന്നെ മറ്റേത് ഞാൻ ആദ്യം കാണിച്ചില്ലേ, അതിൻ്റെ ഒരു പെയറാണിത്. 2 സെറ്റായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ആ സാധനമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വളകളുടെ കളക്ഷൻ. ഇതല്ല ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്ന എല്ലാം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ജ്വല്ലറീസാണ്. ഇതൊന്നും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റിയേക്കാം. ഇനി ഞാൻ കാണിക്കാൻ പോണ സാധനം ഇത് നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാണ്. വളകളാണ് കേട്ടോ. ഇത് AD സ്റ്റോണിൻ്റെ ഒരു ചെയിനാണ് കേട്ടോ. ഇത് മമ്മിക്ക്
ഏതോ ഒരു പ്രാവശ്യം ഇത് വാങ്ങിക്കൊടുത്തതാണ്. എനിക്ക് തോന്നുന്നു കല്യാണത്തിൻ്റെ സമയത്ത് എന്തോ കണ്ട് മമ്മിക്ക് ഇടാനായിട്ട്. മമ്മി ഒരു എന്താ പറയുക ഓണിയൻ പിങ്ക് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാരിയാണ് യൂസ് ചെയ്തിരുന്നത്. കല്യാണത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സാരിയുടെ കൂടെ ഇടാനായിട്ട് വാങ്ങിച്ചതൊരു സാധനമാണ്. ഇതെനിക്കൊന്ന് പിയോറയിൽ നിന്ന് തന്നെയാണെന്ന് തോന്നും. ഇത് ഒരു ഡാമേജും പറ്റാത്ത ഭയങ്കര എന്താ പറയുക ഗ്ലേസിങ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റോണാണ്. AD സ്റ്റോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത് ഇങ്ങനെ വരും. ഈ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഭയങ്കര ഒരു വൃത്തിയിട്ട വെക്ക് തോന്നും, പക്ഷെ ഇത് സംഭവം കാണാൻ അടിപൊളിയാണ്. അതിൻ്റെ കൂടെയുള്ള ഒരു കുട്ടി ഇയറിംഗ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ വരുന്ന സാധനം കുട്ടി ഇയറിംഗ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വളരെ സിമ്പിളായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ഇയറിംഗ് ആണ്. ഇതാണ്ടോ, ഇതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടാനായിട്ട് വാങ്ങിച്ചതായിരുന്നു. ഇതെല്ലാത്തിലും എന്താ പറയുക, എന്തോ നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു സ്റ്റോൺ പോയാൽ തന്നെ അവർ റീപ്ലേസ് ചെയ്ത് തരുമെന്ന്. അത്രയ്ക്ക് ഗ്യാരണ്ടി ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിന് ഒരു ഡാമേജും പറ്റിയിട്ടില്ല. കുറേ നാളുകളെ വാങ്ങിച്ചിട്ടൊരു 4 to 5 years ആയെന്ന് തോന്നുന്നു വാങ്ങിയിട്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റോണൊക്കെ വരുന്നത്. ഇതെങ്ങനെ വരും കണ്ടോ, ഇതിൻ്റെ സ്റ്റോണാണ് ഇത്. പിന്നെ മമ്മിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനം ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേർന്നു. എനിക്ക് ഇത് ഞാൻ ഒരു പ്രാവശ്യം എന്തോ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഏതോ ഒരു ഫംഗ്ഷന് പോയപ്പം നമുക്ക് ഈ പ്ലെയിൻ റെഡ് സാരിയുടെ കൂടെ, അതായത് ഭയങ്കര ഷിഫോൺ ടൈപ്പ് ഓഫ് സാരീസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ എന്തോ ഞാൻ പ്രാവശ്യം യൂസ് ചെയ്തൊരു സാധനമാണിത്. ഈ കളക്ഷൻസ് ഞാൻ അധികമൊന്നല്ല ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതെനിക്ക് ആൻറ്റിയുടെ കുറേ സാധനങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് ഉപയോഗിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു ഇയറിംഗ് ആണിത്. ഇയറിംഗ് അല്ല, ഇത് അങ്ങനത്തെ ഒരു മോതിരം കണ്ടോ. ഇതൊന്നും ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഒരു നമ്മൾ ഈ ഇങ്ങനത്തെ എന്താ പറയുക ഈ ഇത് ചോക്കറായിട്ട് നമുക്ക് ചോക്കർ മീൻസ് നെക്ലസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് എന്താ പറയുക പാദസരമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോൾ ഇത് അങ്ങനെ സെറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ചോക്കറാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ലുക്ക്. പാദസരമാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഇടാനുള്ള വേറൊരു സാധനമുണ്ട്. അപ്പോൾ അതാണ്. അതിനപ്പം 2 പെയർ ഉണ്ടാവും. ചോക്കറാണെങ്കിൽ 2 സാധനം ഉണ്ടാവും. ചോക്കറല്ല, പാദസരമായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിന് 2 ഒരു പെയറായിട്ടാണല്ലോ വരുന്നത്. ഇതെങ്ങനെയാണ് വരിക കാണിച്ചു തരാം. ഇതാണ് വരുന്നത്. ഇത് നമുക്ക് പാദസരമായിട്ടും യൂസ് ചെയ്യാം, ഇത് ലോങ് ചെയിനായിട്ട് യൂസ് ചെയ്യാം, ഇത് ഡിറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പെൻഡൻ ലോക്കറ്റ് പോലെ ചേർത്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ആൻറ്റിയുടെ ആയിരുന്നു. ഇതൊക്കെ ഏതിൻ്റെയൊക്കെ ബാക്കിയാണ് കേട്ടോ. ഈ ഒരു സെറ്റ് ഞാൻ അധികം ഓർഗനൈസ് ചെയ്ത് വെക്കാത്തൊരു സാധനമാണ്. ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണിത് കണ്ടോ. ഇതൊക്കെ നമുക്ക് ഡാൻസിനോ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഏതോ ഒരു പ്രാവശ്യം. അങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്ന അങ്ങനത്തെ ഒരു സാധനത്തിനൊക്കെ നമുക്ക് യൂസ്. അത്രയും ഹെവി സാധനമൊന്നും അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ തന്നെ കുറേ ടൈപ്സ് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇത് പക്ഷേ ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഡാമേജ് ആയിപ്പോയൊരു സാധനമായിരുന്നു, അത് കൊള്ളില്ലായിരുന്നു. അതിന് ഇതൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. ഇതൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇനി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കണം. കുറേ നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം. ഇനി അല്ലെങ്കിൽ കുറേയൊക്കെ എടുത്ത് കളയണം എന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം. ഇത് കണ്ടോ, ഇത് ഒരു ചെയിനാണ്. ഇതിങ്ങനെ വരുന്ന സാധനം. ഇത് ഞാൻ അധികം അങ്ങോട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെയാണ് ഇത് വരിക കണ്ടോ. ഈ ഒരു പെട്ടി മൊത്തം ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലാത്ത കുറച്ച് സാധനങ്ങളാണ്. പിന്നെ ഇത് ഒരു ചോക്കർ എന്താ പറയുക നെക്ലസ് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് കണ്ടോ, ഇതിങ്ങനെ ചോക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഫൈനൽ ലുക്ക് വരിക. ഇതും നമുക്കിങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ട്. അത് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇതാ കണ്ടോ, ഇതിലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് സ്റ്റോണൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇതിന് വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ചെയിൻ കാണിച്ചില്ല, അതിൻ്റെ ലോക്കറ്റ്. അതിൻ്റെ ലോക്കറ്റായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു നെറ്റിച്ചുട്ടി എന്ന് പറയും. ഇത് നമുക്ക് അപ്പോൾ ഇതങ്ങനെ ഞാൻ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാത്ത ഒരു പെട്ടിയാണിത്. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു.
പിന്നെ ഇത് വെക്കാനായിട്ടുള്ളൊരു പെട്ടി കിട്ടിയതുമില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പെട്ടിയിൽ നിന്ന് എടുത്ത് അധികം ഉപയോഗിക്കാറില്ല. നമുക്കിത് തൽക്കാലം അങ്ങോട്ട് അടയ്ക്കാം. ഈ ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റിൽ ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുറച്ചധികം നീണ്ടുപോണ പരിപാടിയാണ് ഇതെന്ന്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഞാൻ കൂടുതലും കാണിച്ചത് നമ്മൾ ട്രഡീഷണൽ വെയേഴ്സിനൊക്കെ ഉപയോഗിക്കാവുന്ന കുറച്ച് ആൻറ്റിക് ട്രഡീഷണൽ കളക്ഷൻസ് ആണല്ലോ. നമ്മൾ വളരെ ക്യാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന റെഗുലർ വെയേഴ്സിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സസ്നേഹം, ശ്രീദേവി ശ്രീധർ.